2025 മേടം, ഇടവം, മിഥുനമാസങ്ങളിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക്. ഇപ്പം നക്ഷത്രം വിശാഖമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ അതറിയാൻ ഏതെങ്കിലും കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ജാനുവരി 10-ൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. ഇനി മേടമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. മേടത്തിലെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കും അച്ഛനും മക്കളും എല്ലാവരും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്ര പോകാൻ ഭാഗ്യമുള്ളൊരു മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കും നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഫെബ്രുവരി മാസത്തിൽ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ഏപ്രിൽ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, വ്യക്തിപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ്, ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും കാണുന്നുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല, മനസ്സമാധാനക്കുറവ്. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണെങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയും തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം മോശമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കാം. മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. വല്ലതും കളവ് പോകാതെ സൂക്ഷിക്കണം. ജൂലൈ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. വീട് നിർമ്മാണത്തിന്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ടുപോയ ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രകൾക്ക്, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മക്കളെ പ്രശ്നമില്ല. കാരണം സൂര്യനിൽ നീന്തിക്കുമ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ കാര്യം ഒഴിച്ച് ഗ്രാൻഡ് പാരൻസിന് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെയെല്ലാം സൂക്ഷിക്കണം. സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ്, ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. സഹോദരാദികൾക്കും പിതാവിനും നല്ലതായിട്ട് കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസ യാത്രകൾക്കെല്ലാം പറ്റിയതാണ്.
പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാതെയെല്ലാം സൂക്ഷിക്കണം, കളവ് പോകാതെ സൂക്ഷിക്കണം. ട്രാൻസ്ഫർ ചെയ്യലൊക്കെ ഉണ്ടാക്കാം. വ്യക്തിപരമായി കുടുംബപരമായിട്ട് അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. ഇനി ഇടവമാസം ജനിച്ച വിശാഖം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ഇടവമാസം ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ വളരെ നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. ഏപ്രിൽ, മെയ് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി എല്ലാം നല്ല മാസമാണ്. ഏപ്രിൽ മാസം കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ്, ഇന്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, എവിടെയെങ്കിലും തട്ടിമുട്ടി വീടുന്ന ടൈപ്പ് തടസ്സങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. ചിലപ്പോൾ പണമെല്ലാം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാവുക. മെയ് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്ര പോകാൻ പറ്റിയ നല്ല സമയമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ ഓഗസ്റ്റ് മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ്, ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ഡിസംബർ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ, അതുപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. നവംബർ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. നവംബർ ഡിസംബർ മാസം വ്യക്തി മനസ്സമാധാനക്കുറവും ടെൻഷനും എല്ലാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇനി ചിങ്ങമാസം ജനിച്ച വിശാഖ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാവുക, ആരെങ്കിലും പറ്റിക്കുക, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും തടസ്സങ്ങളും മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം പൊതുവെ മോശമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗ്രാൻഡ് പാരൻസും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. പിതാവിനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. യാത്രകളിലൂടെ ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. മെയ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ മെയ് മാസം നോക്കണം. മെയ് മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് മെയ്, ജൂൺ മാസങ്ങൾ പെട്ടെന്ന് അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പം എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള അത്രയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും മെയ്, ജൂൺ മാസങ്ങളിൽ കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരെ യാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. സെപ്റ്റംബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിന് നല്ലതാണ്. പിതാവ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതാണ്. വീട് നിർമ്മാണത്തിന്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയെല്ലാം നല്ലൊരു മാസമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ. പിതാവിന് നല്ലതായിട്ട് കാണുന്നു. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്
കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒക്ടോബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. നവംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ഡിസംബർ മാസം ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, ദൂരെ യാത്രകൾക്ക് അവസരം, ഇതെല്ലാം കാണുന്നു. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല.